നമ്മുടെ അടുക്കള വീടിന്റെ അടുക്കള എല്ലാം പൊളിഞ്ഞിരിക്കുവായിരുന്നു. ഒരു മരം വീണിട്ട് മൊത്തം നാശമായിട്ടിരിക്കുവായിരുന്നു. പാവ ഇച്ചായൻ കുറേ ഓടുന്നുണ്ട്. ഇച്ചായൻ 2-3 ദിവസമായിട്ട് എപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഭയങ്കര സങ്കടം വരും കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനാർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. പപ്പായെ ഡിസ്ചാർജ് ചെയ്തു ഇന്നലെ വൈകുന്നേരം. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുതായിട്ടൊക്കെ സംസാരിക്കും. അതെ, അന്നത്തെ പോലെയൊക്കെ തന്നെ. അതെ, വെള്ളമെടുത്ത് വയറ് കുറഞ്ഞു, അതിന്റെ ഒരു ആശ്വാസമുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് പുരോഗമനം എന്ന് പറയാനും ഇല്ല. അതെ, കൂടുതലാണെന്നും പറയാനും ഇല്ല. അതുപോലെ തന്നെ ഇരിക്കുന്നു. പിന്നെ അതുപോലെ അന്നപ്പെണ്ണിന് വാക്സിൻ എടുത്തതിന്റെ അവർക്ക് പനിയാണ്. പക്ഷെ ആ പനിയും വെച്ചോണ്ട് ഞങ്ങള് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതായത് ഇവിടുത്തെ പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അവിടുത്തെ പാലിയേറ്റീവിൽ നിന്ന് കുറെ പേപ്പറുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ കോടഞ്ചേരി പാലിയേറ്റീവ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇവളോട് വരണ്ട. അതുകൊണ്ടാണ് കൊച്ചിനെ ആയിട്ട് ഇവള് വരുന്നത്. അല്ലെ കുഞ്ഞിപ്പെണ്ണ് പനിയും പിടിച്ചിരിക്കുന്ന പാവം. അതിന് പനിയാണ്. എന്നിട്ട് അതിനെയും കൊണ്ട് ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് ചൂട് പിടിച്ച് നടക്കുകയാണ്. പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവള് വരണം. വരാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവളെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നത്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓടി നടന്ന്. അതിൻ്റെ അലച്ചിലാണ്. അപ്പം എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാണ്ട് നമ്മുടെ തടി കൊണ്ട് ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വേറെ. അപ്പം അതിനു വേണ്ടിയാണ് പാവത്തിനെ കൂടെ കഷ്ടപ്പെടുത്തുകയാണ്. അല്ലേ കുഞ്ഞിപ്പെണ്ണേ? നമുക്ക് അതൊക്കെ സാധിക്കുള്ളൂ. പപ്പയുടെ ആഗ്രഹങ്ങൾ പലതുണ്ട്. അതെ, കുഞ്ഞിപ്പെണ്ണേ. അപ്പൊ കാര്യങ്ങൾ വെച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോയിൽ വരാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കോടഞ്ചേരി വന്നപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തെന്ന് മാത്രം. ബാക്കിയൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഹലോ, ഇവിടെ തലവേദനയാണെന്ന് പറഞ്ഞിരുന്ന കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് പറ്റത്തില്ല. അതുകൊണ്ടാണ് പകലൊന്നും വീഡിയോ എടുക്കാതിരുന്നത്. ഭയങ്കര അതിൻ്റെതായ തലവേദന. എന്റെ കോലമൊക്കെ കണ്ട എന്റെ പൊന്നോ ഭ്രാന്ത് പിടിച്ച സത്യം അടുത്ത് ഊപ്പാട് വന്നു ഇന്നത്തെ ദിവസം കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. പാവം വന്നാലും നമ്മുടെ കൂടെ സഹകരിച്ചു കേട്ടോ. ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതെ, അതിന് വയ്യാതിരിക്കുകയായിരുന്നു. ആ കൂടത്തിലാണ്. അതെ അതെ, എന്റെ കൈ വേണ്ടെടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവെക്കാൻ വേണ്ടി. അതല്ല ഞാൻ പറഞ്ഞത് എന്നോട് ആദ്യം പിടിക്കാനായിട്ട്. പറയാനുള്ളത് എത്രയും പറഞ്ഞു തരുമ്പോഴത്തേക്ക് എന്റെ കൈ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. എന്റെ കോലമൊക്കെ കണ്ടില്ലേ? ഞങ്ങൾ രണ്ടുപേരുടെയും കോലം കണ്ടില്ല. ഒരുമാതിരി എന്തോ വെള്ളത്തിൽ വെളുത്ത് കരിഞ്ഞത് ഉണങ്ങിയിരുന്നത്. പാവ ഇച്ചായൻ കുറേ ഓടുന്നുണ്ട്. ഞാൻ പിന്നെ കുഞ്ഞുവാവ ഉണ്ടെന്നുള്ളത് കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം മാത്രമേ പുറത്തിറങ്ങിപ്പോയുള്ളൂ. പക്ഷെ ഇച്ചായൻ 2-3 ദിവസമായിട്ട് എപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. എന്റെ മുഖം ഇടിമിച്ചിരിക്കുന്നുണ്ടോ ഇവിടെ ഒക്കെ തടിച്ചു തീർത്തുപോലെ. ഓർക്കൊന്നും കിട്ടുന്നില്ല. ഉറക്കം ശരിയാവുന്നേ ഇല്ല കേട്ടോ. ഉറക്കത്തിൽ ഓരോ സ്വപ്നങ്ങളൊക്കെയാണ് കാണുന്നത്. സ്വപ്നങ്ങളും എന്തൊക്കെയോ ഭയങ്കര ഒരു ഉറക്കം ശരിയാവുന്നേ ഇല്ല. ഇവിടെ വന്നേ പിന്നെ ഉറക്കം ശരിയായിട്ടില്ല. ഇന്ന് ആദ്യഘട്ടനെ നമ്മള് വിളിച്ചിട്ട് ഇന്ന് ആദ്യക്കുട്ടനെ ഈ വൈകുന്നേരം ഒരു 2 മിനിറ്റ് വിളിച്ച് സംസാരിച്ചു. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. കാരണം നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഈ എടുക്കുന്ന വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി 2-2.5 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ നെറ്റില്ല. വീട്ടിൽ ഇരുന്നാൽ നമുക്ക് എപ്പോഴും വിളിക്കാൻ പറ്റുള്ളൂ. ഫ്രീ ആകുന്ന സമയത്ത് വിളിക്കാൻ പറ്റുള്ളൂ. ഇനി ഇന്നത്തെ ദിവസം നെറ്റുള്ളിടത്തൊക്കെ പോയെങ്കിലും വിളിക്കാനും പറ്റിയില്ല. ഫുൾ ടൈം അലച്ചിലും ഓട്ടവും ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര സങ്കടം വരും കേട്ടോ. കാരണം അവന് അവരുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഇന്ന്. ആദ്യകൂട്ടന്റെ അവരുടെ വീഡിയോയിൽ അവനെ കാണുമ്പോഴേക്കും സങ്കടമാവുക. കാണുമ്പോ നമുക്ക് വരും. എന്താന്നറിയത്തില്ല, ഭയങ്കര സങ്കടമാവുക. എന്താ ചെയ്യാ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ നമുക്കുള്ള ചോറുമായി വാങ്ങി വെക്കട്ടെ. അതിനിടയ്ക്ക് നമ്മുടെ അമ്മാമ്മ വന്നോണ്ട് അമ്മാമ്മ ആദ്യക്കുട്ടൻ പകല് കേൾക്കുമ്പോ സങ്കടമായി ഓർക്കുമ്പോ. പാവത്തിനെ കാണാൻ ഇന്ന് ഭയങ്കര മിസ് ചെയ്യുന്നത്. എന്താ ഇന്നലെ അങ്ങനത്തെ സ്വപ്നമൊക്കെ കണ്ട് രാത്രി ഞാൻ ഉറങ്ങിയില്ല. അവൻ പപ്പാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നത് ഒരു ഓർമ്മയായിരുന്നു. ഭയങ്കര വിഷമം, ഒരു രക്ഷയില്ല. എന്തോ
മിസ് ചെയ്യോ? ഭയങ്കരമായിട്ട് മിസ് എനിക്ക് വലിയ താമസം പെട്ടെന്ന് പോകും പറ്റിയല്ല ഞാൻ കാര്യം ഒരുപാട് വർഷങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളിന്ന് പോയ കാര്യമായിട്ട് ഒന്നും നടന്നുമില്ല. ഒരു കാര്യം നടന്നില്ല. ചുമ്മാ പട്ടി ചന്തയ്ക്ക് പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിന്നല്ലാതെ ഒന്നും നടന്നില്ല. ഇനി നാളെ വീണ്ടും പോണം അതിന് വേണ്ടിയിട്ട്. കഷ്ടപ്പാടാണ് ഭയങ്കര കഷ്ടപ്പാടും ദുരിതവും ഓർമ്മയില്ലായ്മ മാനസിക വിഷമവും സങ്കടവും കുഞ്ഞിനെ കാണാതെ അവനെ കാണാതെ വിഷമം അവന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഓർത്തു പോകും. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ഓർത്തു പോകും. പക്ഷെ ഞാൻ ഇടയ്ക്ക് പറയും അവനെ കൊണ്ടുവിടണ്ടായിരുന്നു. പക്ഷെ അവനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓടിപ്പോവാൻ പറ്റത്തില്ല എവിടെയെങ്കിലും. ഏറ്റവും ഇപ്പോൾ രാവിലെ ഏറ്റവും വന്നിട്ട് ഓരോരോ പരിപാടികളാണ്. ഓരോ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ പോലെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാലം പറഞ്ഞു. പഴയ വീഡിയോകളൊക്കെ ഇപ്പൊ പോസ്റ്റ് ചെയ്തു. അതുപോലും ഇല്ല, ഒന്നും എടുത്തില്ല. നമ്മുടെ ഇതിനെയും ബാധിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിനെയും ബാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ താഴോട്ട് പോയി. പ്രശ്നങ്ങളുണ്ട്. ചാനൽ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിഷമം വേറെ. കാരണം നമ്മൾ വീഡിയോ അതാണ് നമ്മുടെ അന്നം. നമ്മുടെ കഞ്ഞൂടി മുട്ടും. അതിൻ്റെ വിഷമമുണ്ട്. കാരണം എല്ലാവരും വിചാരിക്കും നമ്മുടെ മാനസിക ടെൻഷനുകൾ നിങ്ങളോട് പറഞ്ഞ് നമ്മള് സങ്കടങ്ങള് ഭാരങ്ങൾ ഇറക്കി വെക്കുവാണ്. എന്നാണ് നമ്മൾ വിചാരിക്കരുത്. ആരോടും പറയുന്നത് കാരണം ചുറ്റും അതിലും പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മൾ ആരോട് പറയാനാ. അതെ അതെ. അപ്പൊ ഇങ്ങനെ പറയുമായിരുന്നു വീഡിയോസ് ഒന്നും ഇടാൻ അങ്ങനെ പറ്റാത്തതിന്റെ കാരണം ഈ ഡെയിലി വ്ളോഗ് വരുന്നുണ്ട്. പക്ഷെ അതിൽ കാര്യം നമ്മൾ ഷോർട്ട് വീഡിയോസിലാണ് നമ്മൾ ഏറ്റവും കൂടുതലും പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നതും. നമ്മുടെ ചാനലിന്റെ റീച്ചും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പം ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ എടുത്ത് വെച്ച വീഡിയോ ഒക്കെയാണ് ഇത് ഇന്നലെ വരെയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നുമില്ല. പറ്റുന്നില്ല. തലവേദനയും വയ്യായും ചൂടും എന്ത് പറയാ, മൊത്തം അസ്വസ്ഥതകളാണ്. പിന്നെ ഇന്ന് പപ്പനെ ഡിസ്ചാർജാക്കി കൊണ്ടുവന്നു. അതും വലിയൊരു കഥയായിരുന്നു. അതിന് മുമ്പ് നമ്മുടെ അടുക്കളയൊക്കെ പൊളിഞ്ഞൊക്കെ ശരിയാക്കി രാവിലെ ഇല്ല പറഞ്ഞില്ലെന്ന് തോന്നുന്നു. നമ്മുടെ അടുക്കള വീടിന്റെ അടുക്കള എല്ലാം പൊളിഞ്ഞിരിക്കുവായിരുന്നു. ഒരു മരം വീണിട്ട് മൊത്തം നാശമായിട്ടിരിക്കുവായിരുന്നു. ഇവിടെയുള്ള എല്ലാവരും കൂടെ വന്ന് അത് വലിയൊരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഇവിടെയുള്ള ചേട്ടന്മാരെല്ലാവരും കൂടെ വന്ന് ഞാനൊന്ന് പറഞ്ഞ് ഇവരോട് ഞാൻ രണ്ടുപേരോട് എൻ്റെ കൂടെ വന്ന രണ്ടുപേരെ ചേട്ടന്മാരോട് പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുമോ എന്ന് വെച്ചപ്പോൾ അത് അവര് എല്ലാവരും കുറേ പേര് പപ്പായെ കൊണ്ടുവരുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പായിട്ട് വന്നിട്ട് ഒരു കമുകെല്ലാം വെട്ടി അടുക്കളയിലെല്ലാം മറ്റേ ഈ ഒടിഞ്ഞ ഉത്തരത്തിൻ്റെ അവിടെയെല്ലാം ഫുള്ള് കയറ്റിയിട്ട് റെഡിയാക്കി സെറ്റാക്കി. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സഹകരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെ സഹകരണമാണ് നാട്ടുകാരുടെ സഹകരണം എവിടെ വെക്കാൻ അതുപോലെ ഭയങ്കര സ്നേഹം. നമുക്ക് അവിടെ നിന്ന് വിറ്റിട്ട് ഇവിടെ എങ്ങാനും വന്ന് നിൽക്കണം. നല്ല നാട്ടുകാരെ കിട്ടുകയാണ്. നല്ല മനുഷ്യൻ, നല്ല നാട്ടുകാരെ കിട്ടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം അതുപോലെയാണ്. നല്ല സഹകരണമാണ്, നല്ല സ്നേഹമാണ്. എവിടെ പോയാലും എല്ലാവരും എല്ലാത്തിനും കൂടെ ഉണ്ട്. ഈ പാതിരാത്രികളല്ല എല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. കട്ടൊക്കെയുണ്ട്. അവർ 2, 3, 4 ദിവസമൊക്കെ ആയിട്ട് ഉറക്കളച്ച ആൾക്കാരാണ് ഇന്നലെ ആ പരിപാടിക്ക് വന്നത്. ഭയങ്കര സന്തോഷം തോന്നി ഇതൊക്കെ കണ്ടു കാണുന്നു. പിന്നെ വന്ന് പപ്പായ അവർ കയറ്റി അവിടെ കൊണ്ട് കല്ലിനെ കിടത്തിയിട്ടാണ് അവർ ഇവിടുന്ന് പോകുന്നത്. അതുവരെ വണ്ടി വരുന്നതെന്ന് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ആംബുലൻസ് വരുന്നവരെ പണി കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം നമുക്കിങ്ങനെ എന്താ പറയുക, ഈ അവസ്ഥയിൽ ഉള്ള സഹായങ്ങൾക്ക് എല്ലാവരും നമ്മളില്ലെങ്കിലും സഹായിക്കും കേട്ടോ. അവർ നമ്മളില്ലാത്തത് അവരുടെ സഹായം കൊണ്ടാണ്. നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം അവരാണ്. നാട്ടിലുള്ളവരും വീട്ടുകാരും അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇത്ര നാളും പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ വന്നപ്പോൾ പിന്നെ നമ്മളുമായി. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസവും കൂടെ ഇവിടെ എന്തായാലും ഞാൻ ഉണ്ടാവും. കോഴിക്കോടൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് കാണാം. കാണാൻ ശ്രമിക്കുന്നതായിരിക്കും. അത് അങ്ങോട്ട് വന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളെ കാണാം. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ പറയാം. അപ്പോൾ കാലാവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് പറഞ്ഞായിരുന്നു. എന്തൊക്കെയാ പറയുന്നതെന്ന് പോലും ഓർമ്മയില്ല. രാവിലെ എന്താ പറഞ്ഞതെന്ന് പോലും ഓർക്കുന്നില്ല. വൈകുന്നേരം രാവിലെ എടുത്ത വീഡിയോയുടെ ബാക്കി എടുത്തോ.
ഇല്ല. രാവിലെ എന്താ പറഞ്ഞത്? സത്യം പറഞ്ഞ തലയ്ക്ക് വേദന, തലവേദന ഇപ്പൊ വന്ന് കയറിയിട്ടേ ഒന്നും ഓർക്കുന്നില്ല. ഗുളിയും കഴിഞ്ഞു. ഞാൻ റച്ചെടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ തോർത്തെടുത്തിട്ട്. അപ്പൊ എന്തായാലും അതുകൊണ്ട് തലക്കൊക്കെ ഒരു മരപ്പാണ്. വീണ്ടും കിടന്ന് ഓർക്കണം, രാവിലെ വീണ്ടും എത്തി ഓട്ടം. നിർത്താറേ. വീഡിയോ വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ.